നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മട്ടൻ മസാല ഉണ്ടാക്കാം. ഇത് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അതുപോലെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. മട്ടൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ കഴുകി 3 ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും 4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് വെള്ളം ഉണ്ടാകും. ഇത് നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയെന്ന് നോക്കാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂണ്, നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കണം. മല്ലിപ്പൊടി 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഗരം മസാല 1/2 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 2 ടേബിൾ സ്പൂണ്, സുർക്ക 1/2 സ്പൂണ്, സോയാ സോസ് 1/2 സ്പൂണ്. തക്കാളി 3 എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, കറിവേപ്പില 2 തണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പാനിൽ എണ്ണ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് മട്ടൻ വേവിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഈ വെള്ളം പകുതി വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മട്ടൻ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസും സുർക്കയും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കണം. എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം നമുക്ക് ഉപ്പും എരിവും നോക്കണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം.